തഴഭാലയെ കാണണോ പക്കത്ത് പോണയൊന്നും ഇല്ല. എന്റെ 8 കൂട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സയ്യിദ് ഉസ്താദും ബിസി ഉണ്ടായി പറഞ്ഞത് നാളെ ഒരു മൗലിദ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഫാമിലിനെ 5 കൂട്ടി ഹജ്ജ് ചെയ്യുമ്പോണ്ടാവും. ഇബ്രാഹിം സയ്യിദ് ഉസ്താദോട് ചെറിയ വസിയത്ത്, നിങ്ങൾ സുറൂപ്പ് കൊണ്ട് നിർവഹിക്കുന്ന ഉംറയായിട്ട് ആ ഉംറ നിങ്ങൾ വെച്ചത് സെക്കൻഡ് ഉംറ ഞങ്ങൾ പിരിച്ചപ്പെട്ട ഉംറൊക്കെ ഹദിയാക്കുന്ന അവിടെ പോയിട്ട് നിർവഹിക്കും. മസ്ജിദ് ആയിഷ പോയിട്ട് ഇഹ്റാമാക്കട്ടെ ആ ഉംറ ഉംറൊക്കെ ഹദിയാക്കും. ആയിഷമ്മ റെഡിയായിട്ടിരിക്കും. അല്ലാഹു തആല ഇബ്രാഹിം സയ്യിദ് ഉസ്താദ് നിർവഹിക്കുന്നു. അത് ആ കൂലി, ആ ഇഹ്റാം, ആ തവാഫ്, ആ സഈ, ആ മുടിക്കടയലിന്റെ കൂലി ഉമറാക്കളെ കബർ അല്ലാഹു എത്തുപാടി കൊടുക്കട്ടെ. പാരമ്പര്യം സന്തോഷമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രമാത്രം ചുമതല ഇപ്പാട്ടിയുള്ള ഇബ്രാഹിം സയ്യിദ് ഉസ്താദ് ഹജ്ജ് ഭർത്തായിട്ടും അതിൽ സാമൂഹികമായ ഓർമ്മകൾ 2 പലക്കാർ ഞങ്ങളെ അവരുടെ പുതിയ മുദ്ദീസ് അവരുടെ മേൽനോട്ടമായിട്ടുള്ള ബഹുമാനപ്പെട്ട മല്ലി സക്കാഫി അബ്ദുൽ മജീദ് ഉസ്താദിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുന്ന റഹ്മാനെ, സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ മക്കളുടെ ഹലറത്തേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നമ്മുടെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശേഖരെ ജി ഉസ്താദ്, അതേപോലെ സഹാജി ഉസ്താദ് നടന്ന ഒരുപാട് പണ്ഡിതന്മാരുള്ള സദസ്സ്, സാധുവായ എഴുന്നേറ്റ് നിൽക്കേണ്ട സദസ്സൊന്നുമല്ല. ഏതായാലും ഈ ഒരുമിച്ച് കൂടിയവരിൽ പലരും ഇവിടെ മരണപ്പെട്ടു പോയ ഉമർക്കയുടെ കുടുംബക്കാർ അല്ല എന്നാണ് എന്റെ ധാരണ. ശരിക്കും തന്നെയാണ്. സാധുവായ പറയപ്പെട്ട മല്ലി എന്നുള്ള കുഗ്രാമത്തിൽ ജനിച്ചവരാണ്. ഇന്ന് ഞാൻ ഉമർക്കയുടെ വീട്ടിലാണ് വന്നെത്തിയിട്ടുള്ളത്. ഇതിന്റെ എല്ലാത്തിന്റെയും രഹസ്യം, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ ദിക്ർ ചൊല്ലാനും അദ്ദേഹത്തിന്റെ പേരിൽ ചൊല്ലേണ്ടതൊക്കെയും ചൊല്ലി ഹദീസ് ചെയ്യാനാണ് സാധുവായി ഞാൻ ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും അദ്ദേഹം തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത ആളുമല്ല. അദ്ദേഹം എനിക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല. ഏറ്റവും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സംഘകുടുംബമുള്ള ഈ ഒരു കുടുംബം അവർ ചെയ്ത സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്ത സേവനം എന്നുള്ള ഒരൊറ്റ ഒരു വിഷയം മാത്രമേ ഇതിന്റെ പറ്റുള്ളൂ. കാരണം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. സാധുവായി ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ട് ഖബറിലാണ്. ആ കൂരിലുള്ള ഖബറിലാണ്. ആ ഖബറിലായിരിക്കെ ഞാൻ ഖബറിലായിരിക്കുന്ന സമയത്ത് എന്റെ വീട് മുറ്റത്ത് വന്ന് ഒരുപാട് നിങ്ങൾ ദിക്റുകൾ ചൊല്ലുകയാണ്, സ്വലാത്തുകൾ ചൊല്ലുകയാണ്, ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയാണ്. ഇതിൽ എന്റെ വീട് മുറ്റത്തും ഇങ്ങനെ ചെയ്യണമെങ്കിൽ സാധുവായ ഞാൻ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ വീട്ടിൽ നടത്തുന്ന ദിക്റിന്റെ മജ്‌ലിസിൽ ഞാനും പങ്കെടുത്താലേ, അഥവാ സംഘകുടുംബത്തിൽ നിന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്താലേ ഇത്രയും വലിയ പുണ്യമേറിയ സദസ്സ് നിങ്ങൾക്ക് കിട്ടാൻ കഴിയുമെന്നല്ലാതെ ഞാനെവിടെയെങ്കിലും ഓടി വിളിച്ചാൽ അല്ലെങ്കിൽ ആരുടെ പിന്നിൽ പോയാൽ എനിക്ക് ദിക്ർ ചൊല്ലാൻ ആൾക്കാരില്ല, കുടുംബങ്ങളില്ല. ഒരു പക്ഷേ കുടുംബങ്ങൾ മരിച്ചതിന്റെ ഒരു ടെൻഷനിൽ അവരുടെ മുന്നിലായിരിക്കും. ഇങ്ങനെ ഒരുമിച്ച് ദിക്ർ ചൊല്ലാൻ ഒരു സംഘം വേണമെങ്കിൽ അത് സുന്നത്ത് ജമാഅത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിവിടെ ചൊല്ലിയ ഓരോ ദിക്റിന്റെയും പ്രതിഫലം നമ്മുടെ ഉമ്മർക്കയുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാനിടക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാത്രി 11 മണിക്കാണ് ഞാൻ വന്നത്. അസമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഉസ്താദേ, വേദന സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്കറിയാം എന്താണ് സംഭവം. എന്നാലും അദ്ദേഹം പറയുന്നു, ഇന്ന് രാവിലെ എന്റെ പള്ളയിലേക്ക് വയറ്റിലേക്ക് ഒരു പൈപ്പ് ഇട്ടതാണ്,
അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു മാസം മുമ്പ് കറവൂരിൽ വെച്ച് ജലാലിയാറാക്കി നടക്കുന്ന സമയത്ത് ആ സദസ്സിന് വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഫുള്ളായിട്ട് റെഡിയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനിപ്പോൾ ഒരിച്ചോട്ടാനുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്നൊക്കെയും അദ്ദേഹം പറഞ്ഞപ്പോ വലിയൊരു സന്തോഷമായി. 2 ദിവസം മുമ്പ് കലന്തറിനോടും അദ്ദേഹത്തിന്റെ മരുമക്കളോടും മക്കളോടും പറഞ്ഞൊരു കാര്യം, നാളെ മറ്റന്നാള് ജലാലിയാറാക്കിയതാണ്, ഞങ്ങളെല്ലാവരും സംബന്ധിക്കണം. ഉസ്താദ് അവിടെ പോയ സമയത്ത് സ്റ്റേജിലേക്ക് കയറ്റിയതും എന്നെ സംബന്ധിച്ച് പറഞ്ഞതും എനിക്ക് ദ്വാരുന്നതും ഒക്കെ ഞാൻ ഓർക്കുകയാണ് എന്ന് പറയുമ്പോൾ മനസ്സ് വല്ലാണ്ട് തളർന്നു പോയി. അല്ലാഹുവേ, നിങ്ങൾ ചൊല്ലിയ എല്ലാ ദിക്റുകളും ജലാലിയാറാക്കിയതിന്റെ ദിക്റുകളും സ്വലാത്തുകളും ഇവിടെ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾ സാധുക്കളായ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാനുള്ളവരാണ്. ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ദിക്റ് ചൊല്ലാനുള്ള ഒരു സമുദായത്തെ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ ഓർത്ത് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഖുർആൻ ഓതി ഹദീസ് ചെയ്യുന്ന ഒരു സമുദായം ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനേ എന്ന് മാത്രം ഉണർത്തിയിട്ട് അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഈ സദസ്സിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശൈവനാജി ഉസ്താദും ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാദി ഉസ്താദ്, അതും എനിക്ക് വലിയൊരു സന്തോഷമായി. ഉസ്താദ് വരകൾ പറഞ്ഞത്, ഇബ്രാഹിം സാദി ഉസ്താദ് ഹജ്ജ് ചെയ്ത ഉംറ ചെയ്യുന്ന സമയത്തില് ആ ഒരു ഉംറയുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യണമെന്ന് പറയുമ്പോൾ ഉസ്താദിലേക്ക് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ വർക്കയോടുള്ള മഹബത്തും ആ സ്നേഹത്തിന്റെ കാര്യങ്ങൾ എത്രയുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ് വരകൾ പറഞ്ഞത്, ഉസ്താദിന്റെ ബാപ്പാക്കല്ല, ഉമ്മാക്കല്ല, ഉസ്താദിനല്ല, കുടുംബത്തിനല്ല, പിന്നെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മർക്ക് വേണ്ടിയാണ്. എന്നാൽ ഉസ്താദിന്റെ ആ പ്രാസ്ഥാനിക ബന്ധം, അവിടത്തോടുള്ള മഹബത്ത് എത്രയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് ഉമർക്കന്റെ പേരിലാണെങ്കിൽ നാളെ ധരിച്ചാൽ സാധുവായ എന്നെ സംബന്ധിച്ചും ശൈഖുന ഉസ്താദുകളെ അങ്ങനെ പറയും. അല്ലാഹു ഞങ്ങളെ ഓർത്ത് ദിക്റ് ചൊല്ലുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും ആത്മഹത്യമാക്കി പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മരിക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൊടുത്ത് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഉസ്താദ് വർഗങ്ങൾക്ക് ഹജ്ജും ഉംറയും അതിന്റെ സർവ്വ റിസ്കുകളും ഖൈറായ നിലക്ക് നല്ലതുപോലെ ആഫിയത്തോടെ റാഹത്തോടെ ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ പുതിയ ചെയ്യാൻ വേണ്ടിയാണ് നാം എല്ലാവരും ജ്യേഷ്ഠ അയച്ച നല്ലൊരു ഈ രോഗബന്ധം നല്ലൊരു സ്വഭാവമാണ്. അന്നത്തെ പോലെ സ്വഭാവമല്ല, നല്ലൊരു സ്വഭാവമാണ്. നോമ്പ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വൈക്കത്ത് പോയി ആ ടെസ്റ്റ് ചെയ്ത് അവിടെ ഇഞ്ചക്ഷൻ കൊടുത്ത് അങ്ങനെ ബന്ധത്തിന് നല്ലൊരു ഫ്രീ ആണ്. ആരോട് നല്ലൊരു മുസാഫ് ചെയ്ത് നല്ലൊരു സംസാരിക്കുന്ന സ്വഭാവമാണ്. ആരോട് പ്രാർത്ഥിക്കാം, എനിക്ക് ദ്വാര ചെയ്യണം, എനിക്ക് ദ്വാരക്കണം. ആര് വന്നാലും എങ്ങനെ വിട്ടുപോകാം. അവരൊരു ഗ്ലാസ് ചായ സ്വല്പത്തായിട്ട് മരുമാക്കളോട് പറയും, അല്ലെങ്കിൽ ഉള്ളവരോട് പറയും, ഇതൊന്നും കൊടുക്കാം, അങ്ങനെ കുറിച്ച് പോകണ്ട, നിൽക്കാതെ പോകണ്ട. നല്ലൊരു സ്വഭാവമാണ്. ഇനി അത് മാത്രമല്ല, നോമ്പിന്റെ ഇടക്ക് 11ാമത്തെ എന്റെ ഓർമ്മ, അന്നത്തെ ബദരീങ്കലാണ് ദിവസം, പിറ്റേ ദിവസം എല്ലാവരും നോമ്പ് കുടുംബക്കാരെ തിരിച്ച് നോമ്പ് അർപ്പിച്ചു. ഒരു പൈസ മക്കളെ കൊണ്ട് കൂട്ടിയിട്ടില്ല, സ്വന്തം പൈസ ഉണ്ടാക്കിയത് എന്നെ പൈസ കൊണ്ട് ഞാൻ എല്ലാവരും പിരിച്ചു. എന്റെ കുടുംബക്കാരെ എല്ലാവരും പിരിച്ചിട്ട് ഒരു നോമ്പ് തുറപ്പിക്കുന്നില്ല. വലിയ ഭയങ്കര വിശേഷമാണ് നടന്നത്. ഇതുപോലെ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം വരും ദിവസം പറഞ്ഞു, എനക്ക് നാളെ പെരുന്നാളല്ലേ, ആണ് താടിയെല്ലാം മുടിയെല്ലാം ഒട്ടിക്കണം, മുടിയെല്ലാം എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പോകണ്ട, പോകണ്ട. അപ്പൊ ഞാൻ ഇവിടെ പിരിക്കട്ടെ. അപ്പൊ എന്താ അവിടെ മുടിയെടുപ്പിച്ചു, നല്ല ചന്തമായി. മാത്രമല്ല പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ പോകട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന ചൂടല്ലേ, ഇവിടെ നിസ്കരിച്ചു, ചൂട് നിസ്കരിച്ചു, അങ്ങനെ അവിടെ നിസ്കരിച്ചു. നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു മനസ്സാണ് ഉണ്ടായത്. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരും മുസാഫിയും എല്ലാവരും ദ്വാരക്കം ചെയ്യുന്ന എല്ലാ നല്ല ആൾക്കാരോടും നല്ല സ്വഭാവമാണ് പെരുമാറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമാറുകൾ.
അവിടുത്തെ അസലാത്ത് ജീവിതത്തിലെല്ലാം ചെയ്ത ആ അസനത്തുള്ള കൊതിൽ ചെയ്യുമാറുണ്ട്, ജീവിതത്തിൽ ബന്ധമായ തെറ്റുകുറ്റങ്ങൾക്ക് തെറ്റു കൊടുക്കുമാറുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ എന്റെ ഉമ്മ എല്ലാവരും ഉമ്മ മേസാൻ ഇപ്പോഴും രാത്രി 12 മണിക്കാണ് ജ്യേഷ്ഠൻ ഒഫാത്തായത്. അപ്പൊ ഈ ബസ് നിങ്ങൾ അവിടെ 12 മണിക്ക് അവിടെ പാഞ്ഞു വന്നു. എന്റെ ജ്യേഷ്ഠൻ നല്ല പറഞ്ഞു പാഞ്ഞു വന്നു. അങ്ങനെ വന്നപ്പോൾ കിടത്തി വെച്ചു. അപ്പൊ ഉമ്മയോട് പറഞ്ഞു, ഞാൻ വരട്ടെ വരുമ്പോ ഞാൻ എന്തില്ല എന്തോ ആയിട്ടില്ല, ടെൻഷൻ ജോറായി പ്രസാദം അങ്ങനെ മാത്രമേ വരണം. അപ്പൊ ഞാൻ വരുന്നു വന്നിട്ട് നെക്സ്റ്റ് ഫോണാണ് റിക്ഷ കടത്താണ്. ഇപ്പൊ ഞാൻ വരുന്നു. പിന്നെ പറഞ്ഞിട്ടില്ല ഉമ്മ എന്താ ഇച്ചെന്താ ഉഷാറുണ്ട്, ഡോക്ടർ പറഞ്ഞു ചികിത്സ സുബൈ വന്നു മതിയാണ്. നെക്സ്റ്റ് നോക്കും ഉമ്മ പറഞ്ഞിട്ടായിരുന്നു. അത് നടന്നിട്ടാണ് വന്നത് 3.5 മണിക്ക്. എന്തോ ഒരു മകനോട് മക്കളോട് ഭയങ്കര പിരിസമാണ്, ബാക്കിയുള്ള കുഞ്ഞുകാരോട് എല്ലാവരും നല്ല പിരിസമുള്ള 80-90 വയസ്സുള്ള ഉമ്മയാണ് ലഭിച്ചാണ് കഥ പറയുന്നത്. ആ 3.5 മണിക്ക് തോട്ടത്തിൽ നടന്നിട്ടാണ് ഇവിടുന്ന് രക്ഷയിൽ വന്നത്. ആ ഉമ്മ ഇപ്പോൾ എല്ലാവരും ദീർഘായുസ്സാഫിയൊക്കെ ദ്വാരൊക്കെ മാത്രം വന്നുകൊണ്ട് നിർത്തുന്ന. ദുനിയാവിന്റെ മേലെ ജീവിച്ചതിനേക്കാൾ വളരെയേറെ സന്തോഷത്തിന്റെ വീട് ഖബറാകുന്ന വീടാക്കി ഓർക്കുമാണ്. ആ ഖബറാകുന്ന മണ്ണറയെ അല്ലാഹു തആല മണിയറയാക്കി ഓർക്കുമാണ്. സ്വർഗീയ വിരിപ്പുകളെ കൊണ്ടും സ്വർഗീയ പട്ടോസ്ത്രങ്ങളെ കൊണ്ടും സ്വർഗീയ എല്ലാ സുഖങ്ങളെ കൊണ്ടും അല്ലാഹു ആ ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കുമാണ്. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. ഏറ്റവും സംസാരിക്കുന്നില്ല, വളരെ അർത്ഥവത്തായ ഉപദേശമാണ് നമ്മുടെ ഉസ്താദുമാർ ഇവിടെ കാഴ്ചവെച്ചത്. നമ്മുടെ മല്ലി സക്കാഫി ഉസ്താദുമൊക്കെ പറഞ്ഞത് ഇതിലൊക്കെ നമുക്കുള്ളത്, നമുക്കൊരു യാത്രയുണ്ട്, ഞാനും പോകുന്നവനാണ് എന്നൊരു ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടാവും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് നമുക്കൊക്കെ ഒരു വലിയ ഉപദേശമാണ്. അതായത് മഹാനവറുകൾ പറയുന്നത് നമ്മളെ വിളിച്ചുകൊണ്ട് യായാൽ വലത് കുഞ്ഞെ കുത്തിയെന്ന് വിളിച്ചുകൊണ്ട് പറയുക. തന്റെ ഒരു ശിഷ്യനിക്ക് പറഞ്ഞ ഉപദേശമാണ്. അദ്ദേഹം പറയുന്നത് ഇസ്മാ ശീത ഫഇന്നക മയ്യിത്ത്, ഇസ്മാ ശീത ഫഇന്നക മയ്യിത്ത് വഅഹ്ബിബ് മൻ ശീത ഫഇന്നക മുഫാരിഖുഹു വഅമൽ മാ ശീത ഫഇന്നക മജ്സിയുൻ ബിഹി. 3 കാര്യം പറഞ്ഞു. ഒന്ന് ഇസ്മാ ശീത മോനെ ജീവിച്ചോ, ഉദ്ദേശിച്ചതുപോലെ ജീവിച്ചോ, അടിപൊളി ഇങ്ങനെ ജീവിച്ചു. പക്ഷെ ഒരു കാര്യം നിനക്ക് മരിക്കാനുണ്ട്, മരണമുണ്ട് എന്ന് ചിന്തിച്ചോ. എന്തായാലും എങ്ങനെ ജീവിച്ചാലും ഒരു ദിവസം ഇവിടുന്ന് യാത്ര പോകാനുണ്ട്. ഇത് വല്ലാത്തൊരു വാക്കാ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ എങ്ങനെ ജീവിച്ചാലും എത്ര ആഡംബര സുഖങ്ങളും നമുക്കുണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു ദിവസം ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. അവസാനം മരിക്കാനുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നീ ഉദ്ദേശിച്ച ആളെ പിരിസംഭിച്ചോ എന്നൊരു വാക്ക്. നിനക്ക് ഇഷ്ടമുള്ള ആളെ നീ പിരിസംഭിച്ചോ, പക്ഷെ ഒരു കാര്യം ഇഷ്ടം വെച്ചോ നീ, പക്ഷെ ഫൈനക്ക് മുഫാരിഖു. എത്ര ഇഷ്ടം വെച്ചാലും ഒരു ദിവസം അവനെ വിട്ടുപിരിക്കും. ഇതിന് മറക്കരുത്. നീ വിട്ടുപിരിഞ്ഞ് പോകാറുണ്ട്, മുഫാരിഖു അവനെ നീ വിട്ടുപിരിഞ്ഞ് പോകാറുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നീ അമൽ ചെയ്യണം മനുഷ്യ, നീ ഉദ്ദേശിച്ചത് ചെയ്ത അമൽ ചെയ്തോ. നീ ഉദ്ദേശിച്ച അമലൊക്കെ നീ അമൽ ചെയ്തോ, നീ വേണ്ടിയ പണി നീയൊക്കെ എടുത്തോ. പക്ഷേ തീർച്ചയായും എനിക്ക് പ്രതിഫലം നൽകപ്പെടുന്നു എന്ന് ഓർമ്മ വെച്ചോ. ഖൈറാണ് ചെയ്ത അമലെങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. നീ ചെയ്തത് തെറ്റായ കാര്യമാണെങ്കിൽ അതിന്റെ സവാബ് ഷർറാണ്. വളരെ അർത്ഥവത്തായ 3 വാക്കുകളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു വെച്ചു. ഇതാരാണ് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സൂഫി വര്യനായ അബൂ ഹാമിദ് ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞ അയ്യുവൽ വലത് എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് നമുക്കൊക്കെ
നമുക്ക് വലിയ പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മറാക്ക മരിച്ചു പോകുമ്പോ ഇപ്പൊ പറഞ്ഞാൽ ഉമ്മറാക്കന്റെ ഉമ്മ 90 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ട്, നടന്നു വന്നു എന്നൊക്കെ അവിടുത്തെ മകൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, അത്ര വയസ്സൊന്നും എത്തിയിട്ടില്ലല്ലോ മകനല്ലേ അത്. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച സമയം അവിടെ പോകേണ്ടി വരും. അത്ര നല്ല വീടുണ്ട്, വളപ്പുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ഉമ്മറാക്കക്ക് അവിടെ നിൽക്കാൻ സമയമില്ല. ഉമ്മറാക്കക്ക് നിശ്ചയിച്ച സമയം അവിടെ ആയി. എല്ലാവരും ദുഃഖിച്ചു, വേദനിപ്പിച്ചു. എല്ലാ സൗകര്യങ്ങളും വലിയ പരിപാടി അന്ന് നടക്കണമായിരുന്നു. പക്ഷേ നടക്കേണ്ട പരിപാടിക്കല്ല വന്ന പരിപാടി ആ ജനാസ കാണാൻ, ആ ഭൂമുഖമൊന്ന് കാണാൻ ഞാനടക്കം വന്നിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തെ നമ്മയും നമ്മളിൽ മരിച്ചുപോയ കുടുംബാംഗങ്ങളെയും ഹബീബ് റസൂലുള്ളാഹി നമ്മുടെ ശഫാഅത്തിനായി സുഖലോക സ്വർഗത്തിൽ എത്തിച്ചുടി തരുമാറാകട്ടെ. ഇത്രയും ആളുകളൊക്കെ കൂടി നേരത്തെ പറഞ്ഞതുപോലെ സംഘകുടുംബത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും സംഘത്തിലില്ലെങ്കിൽ അവരൊക്കെ സംഘത്തിൽ ചേരണം. ഈ മുസ്ലിം ജമാഅത്ത്, SYS, SSF ഇതൊന്നും വേറെ ഒന്നും ഉദ്ദേശമല്ല. സുന്നി ആയിരിക്കണം. സുഹൃത്തുക്കളെ, സുന്നി എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. പ്രിയപ്പെട്ടവരെ, സുന്നി അല്ലാത്തവൻ യഥാർത്ഥ ഇസ്ലാം അല്ല, ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഒരു മരിച്ചുകൂടിയ യാസീൻ ഓതാനുള്ള സൗഭാഗ്യം ഈ ഇതിലല്ലാണ്ട് വേറെ ഏത് സംഘത്തിലാണ് ഉള്ളത്? സുഹൃത്തുക്കളെ, സുന്നി എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിം ജമാഅത്താണ്, അല്ലെങ്കിൽ SYS ആവണം, അല്ലെങ്കിൽ SSF ആവണം, അല്ലെങ്കിൽ SKSF ആവണം, അല്ലെങ്കിൽ SBS ആവണം. ഇത് സുന്നി എന്ന് പറയുന്ന സംഘം അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അവനിക്ക് ദ്വാരക്കാൻ ആളുണ്ടാവില്ല. മരിച്ചു കൊണ്ടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആളുകളില്ല. സൂറ യാസീൻ ഒരു യാസീൻ നമ്മൾ ഒരു യാസീനാണ് ഓതിയത്. പക്ഷെ ഓരോരുത്തരും ഒരു യാസീൻ ഓതുമ്പോ ഒരു യാസീൻ തന്നെ നോക്കിയാൽ 3000 ഹർഫുണ്ട്, 82 83 ആയത്തുണ്ട്. ഒരു യാസീൻ എത്ര യാസീന ഓതിയത്? ഖുർആൻ ഇവിടെ ഓതിയെന്ന് ഉസ്താദ് വായിച്ചു. ഒരു ഖത്തം ഓതുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് 3,20,621 അറഫ് ഒരു ഖത്തം ഓതിയാൽ കിട്ടും. അങ്ങനത്തെ 6 ഖത്തം ഓതുമ്പോൾ കണക്കൂട്ടി നോക്കി എത്ര കൂലിയാ. ഒന്നിന് ചുരുങ്ങിയത് 10 സവാബാണ്. ഇത് സുന്നീലല്ലാണ്ട് കിട്ടൂല, ഒരിക്കലും ഇല്ല. മരിച്ച യാസീൻ ഓതണ്ടെന്ന് പറയുന്നവരാണ് മറ്റു ഭാഗങ്ങൾ. യാസീൻ ഓതാൻ പാടില്ല. മരിച്ചു കൊണ്ടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ഖബറിൽ വെച്ച അവിടെ തൽക്കീൻ പറ്റൂല, തൽക്കീൻ വേണ്ട. ഒരു ഫാത്തിഹ വിളിക്കാൻ അവസരം വേണ്ട ഓതരുത്, ഫാത്തിഹ ഓതരുത്. 3ന്റെ ഒരു യാസീൻ ഓതരുത്, വേണ്ട യാസീൻ ഓതരുത്. 40 ഒന്നും ചെയ്യരുത് പറയുന്ന മക്കളാണ് ഇതാ വളർന്നു വരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ച അഖീദ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെ മക്കളെ സുന്നികളാക്കുന്നത്, അവരെ SSFന്റെ മെമ്പറാക്കുന്നത്, അവരെ SYSലെ കൊണ്ടുവരുന്നത്, അവര് പ്രായമെത്തിയവരെ മുസ്ലിം ജമാഅത്തിന് മെമ്പറാക്കുന്നത്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ദീൻ ഉറച്ചു നിൽക്കാനുള്ള വേറെ ഒരു ഉദ്ദേശിച്ചില്ല. അൽഹംദുലില്ലാഹ് അധ്വാനിക്കുന്ന നമ്മുടെ ജിഎം ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ദുആ തരുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളൊക്കെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രാവശ്യം ഹജ്ജ് യാത്ര ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, എൻ്റെ മകളുടെ ഭർത്താവും 5 പേര് ഇതേ വരുന്ന 8-ാം തീയതി എന്തോന്ന് ഫ്ലൈറ്റ് എന്ന് അറിയിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ നാളെ സെൻറ്റിയാറിലെ ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആധ്യാത്മിക മജ്‌ലിസ്, ഒരു മൗലിദ് മജ്‌ലിസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നാളത്തെ മജ്‌ലിസ് പലരും ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിക്കാൻ കുറെ ആൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിനടക്കം ഉസ്താദിനെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉസ്താദന്മാരും എന്റെ കൂട്ടുകാരൊക്കെ നാളത്തെ പരിപാടിയിൽ വന്നു. അവിടെ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. ആ മജ്‌ലിസുകളൊക്കെ കൂടണം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങളുടെ നേതൃത്വത്തിൽ, മാണി ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള മജ്‌ലിസാണ്. നിങ്ങളൊക്കെ വന്ന് ദുആ തരണങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഞാനും ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ പിന്നെ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോൾ അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യും. കഅബ കാണുമ്പോൾ ദുആ ചെയ്യും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു തആല ഇതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർമ്മപ്പെടുത്തിയതുപോലെ ഉംറക്ക് വേണ്ടി കരുതിയിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞതുപോലെ ആയിഷ പണി ചെയ്യുന്ന ഉംറ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ പേരിൽ ഞാനത് ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ധാരാളം അമലുകൾ ചെയ്ത് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു.
اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا